നമസ്കാരം. ഞാറക്കൽ പഞ്ചായത്തിന് മുന്നിൽ പ്രതീകാത്മക ശവസംസ്കാര പ്രതിഷേധം. കോൺഗ്രസ് ഞാറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 6 മാസക്കാലമായി പ്രവർത്തനം നിലച്ചിടക്കുന്ന ഞാറക്കൽ പഞ്ചായത്തിലെ പൊതുശ്മശാനം പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വേറിട്ട ബഹുജന പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഞാറക്കൽ പഞ്ചായത്ത് കവാടത്തിലേക്ക് നടന്ന ബഹുജന മാർച്ചും പ്രതീകാത്മക സംസ്കാരവും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AP ലാലു അധ്യക്ഷത വഹിച്ചു. അപ്പോൾ ഒരു നാടിന് ഉപകാരപ്രദമാകേണ്ട ഈ പൊതു ശ്മശാനം ഏതാണ് ഞാറക്കൽ പോലുള്ള ഒരു പ്രദേശത്താണ്. 1 സെന്റിലും 2 സെന്റിലും 3 സെന്റിലും ഒക്കെ കഴിയുന്ന കുടുംബങ്ങളുള്ള ഈ പ്രദേശത്ത് ഈ പൊതു ശ്മശാനം ആ പാവപ്പെട്ട ആളുകൾക്ക് ഉപയോഗപ്രദമാകേണ്ട, എല്ലാവർക്കും ഉപയോഗപ്രദമാകേണ്ട ഒന്നായിരുന്നു. അപ്പോൾ ജനങ്ങളോട് നീതി പുലർത്താത്ത ഒരാൾ മരണപ്പെട്ടാൽ പോലും അത് അന്ത്യകർമ്മം നടത്തി ദഹിപ്പിക്കാൻ പോലും കഴിയാത്ത നടപടികൾ സ്വീകരിക്കുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിവുകെട്ട ഭരണസമിതിയാണ്. കാലാവധി അവസാനിക്കുന്നതിന് മുമ്പെങ്കിലും രാജിവെച്ച് പോകാനുള്ള മനസ്സെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകണം. രാജിവെച്ച് പോകാൻ ഇത്ര കഴിവുകെട്ട ആളുകൾ എന്തായാലും ജനം ഇറക്കി വിടും, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ജനം ഇറക്കി വിടും. ഇത്രയധികം ജനവിരുദ്ധമായിട്ടുള്ള നടപടികളാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇത് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ശരിയാക്കാമായിരുന്നു. ഈ ആളുകൾക്ക് മറ്റ് പഞ്ചായത്തുകളിലേക്കോ മറ്റ് ശ്മശാനങ്ങളിലേക്കോ പോകേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ജനങ്ങളോട്, മരിക്കുന്ന ആളുകളോട് പോലും നീതി പുലർത്താത്ത കമ്മ്യൂണിസ്റ്റുകാരാണ് നിങ്ങൾ. മരിക്കുന്ന ആളുകളോട്, പിന്നെയല്ല ജീവിച്ചിരിക്കുന്ന ആളുകൾ. മരിച്ച ആളുകളോട് ഒരു നീതിയില്ല, പിന്നെ ജീവിച്ചിരിക്കുന്ന ആളുകളോട് നീതി ഉണ്ടാകുമോ? അപ്പൊ അതുകൊണ്ട് ഈ നാട്ടിൽ പഞ്ചായത്തിന്റെ ഭരണപ്രവർത്തനം, ഈ നാട്ടിൽ ജനജീവിതം സ്തംഭിക്കുന്ന, ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത 5 വർഷക്കാലമാണ് കടന്നുപോയിട്ടുള്ളത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അധികാരത്തിൽ കയറുന്നതിന് വേണ്ടി എന്തും പറയുകയും എന്തും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ അധികാരത്തിലേക്ക് കടന്നു വന്നാൽ ഇതിനെല്ലാം മാറി നിന്നുകൊണ്ട് അത്തരത്തിലുള്ള ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നത് ജനവിരുദ്ധമായിട്ടുള്ള ഒന്നാണ്. ഇപ്പൊ റോഡുകളുടെ അവസ്ഥ, ആളുകൾക്കുള്ള വ്യക്തിഗതമായിട്ടുള്ള ആനുകൂല്യങ്ങൾ, ലൈഫ് ഭവന പദ്ധതി എല്ലാം താറുമാറായിരിക്കുന്നു. 1.5 കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം അനുവദിച്ച പണം ചെലവഴിക്കാത്തത്. 1.5 കോടി രൂപ. ഇത്ര കഴിവുകെട്ട ഒരു ഭരണസമിതിയാണല്ലോ. അല്ലെങ്കിൽ തന്നെ പഞ്ചായത്തിന്റെ ത്രിതല പഞ്ചായത്ത് പ്രവർത്തനങ്ങൾക്കുള്ള പണം സർക്കാർ അനുവദിക്കുന്നില്ല. ആ അനുവദിച്ച പണത്തിൽ നിന്ന് 1.5 കോടി രൂപ ലാപ്സാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ നാണം കെട്ടവരെ ഇവിടെ നിന്ന് അടിച്ചോടിക്കേണ്ട ആളുകളല്ലേ? 1.5 കോടി രൂപ സർക്കാർ പദ്ധതിക്കായി കൊടുത്ത പണം ചെലവാക്കാതെ അത് ലാപ്സായി കളഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ ഉള്ളത്? ഇങ്ങനെ കുന്തം വിഴുങ്ങി ഇരിക്കാനാണോ നിങ്ങളെയൊക്കെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത്? നിങ്ങൾക്ക് ഭൂരിപക്ഷം തന്നത്, ഭരിക്കാനുള്ള അവസരം തന്നത്? കഴിവുകെട്ടവർ എവിടെ വന്നാലും ആ കഴിവുകെട്ടവരായി തന്നെ തുടരും. ജനങ്ങളോടുള്ള അസഹിഷ്ണുത കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒന്നും നടപ്പിലാക്കാതെ പോകുന്നത്. ഈ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ഈ ജനവിരുദ്ധരായിട്ടുള്ള ആളുകളെ ഇവിടെ നിന്ന് ഓടിക്കുന്നത് വരെയുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും തുടങ്ങിയത്. ഞാറക്കൽ പഞ്ചായത്തിലെ കഴിഞ്ഞ കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്താണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ച് പഞ്ചായത്തിലെ ആധുനിക ശ്മശാനം പൂർത്തീകരിച്ചതെന്നും എന്നാൽ കഴിഞ്ഞ 6 മാസക്കാലമായി ഇവിടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ സാധിക്കുന്നില്ലെന്നും ഇതുമൂലം മരണപ്പെട്ട തദ്ദേശവാസികളുടെ മൃതദേഹം 8 കിലോമീറ്റർ അകലെയുള്ള മുരിക്കുംപാടം പൊതുശ്മശാനത്തിലാണ് ദഹിപ്പിക്കുന്നതെന്നും മുരിക്കുംപാടത്ത് 1-ൽ കൂടുതൽ മരണം ദഹിപ്പിക്കാനുണ്ടെങ്കിൽ ഞാറക്കൽ നിവാസികളുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിന് കാലതാമസം നേരിടുന്നുവെന്നും ഇത് ഞാറക്കലിലെ സാധാരണ കുടുംബങ്ങൾക്ക് സാമ്പത്തിക ഭാരവും സമയവും നഷ്ടമാക്കുന്നുവെന്നും ഇതുമൂലം വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ബന്ധുമിത്രാദികൾക്ക് ഉണ്ടാകുന്നതെന്നും ഞാറക്കൽ ശ്മശാനത്തിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ ആവശ്യപ്പെടുമ്പോൾ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയാണെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് AP ലാലു ആരോപിച്ചു. 6 മാസമായി ഞാർക്ക് ശ്മശാനത്തിലേക്ക്
ബോഡി വെക്കണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ വെള്ളമില്ല, ഫർണസ് വർക്ക് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. അതിലേറെ രസകരം 10 സിലിണ്ടർ ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു മൃതദേഹം പൂർണ്ണമായിട്ട് ദഹിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ 2 സിലിണ്ടർ വെച്ചാണ് ഇവിടെ മൃതദേഹം ദഹിപ്പിക്കുന്നത്. ഇത് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്ന് ഞാനും PP ഗാന്ധിയുടെ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ പ്രതിപക്ഷങ്ങൾ ആവശ്യപ്പെട്ടാണ്. ഉരുളക്കുപ്പേരിയെന്ന പോലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് കുറെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ പ്രതിപക്ഷ സമരം പ്രഖ്യാപിച്ചപ്പോൾ ഒന്ന് ശ്മശാനത്തിലേക്ക് പോയി മൂക്കും കുത്തി തിരിച്ചു വരേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഒരു ജനകീയ ഭരണസമിതിയല്ല ഇന്ന് ഭരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മോശപ്പെട്ട ഭരണം ഏതാണെന്ന് ചോദിച്ചാൽ സഖാവ് പിണറായി വിജയന്റേതാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട പഞ്ചായത്ത് ഭരണം ഞാറക്കേലിലാണ്. ആ മുഖ്യമന്ത്രിയും പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങൾ ആരാണ് ഏറ്റവും മോശപ്പെട്ട ഭരണകർത്താവെന്ന് അറിയാൻ വേണ്ടി അല്ലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മത്സരിക്കുകയാണ്. ഈ മത്സരത്തിന് സാധാരണക്കാരൻ ജനങ്ങൾക്ക് കിട്ടേണ്ട നീതി, ആ നീതി നിഷേധിക്കുമ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനം ആ നീതിക്ക് വേണ്ടി ശക്തമായി പോരാടുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 6 മാസക്കാലമായി പ്രവർത്തനം നിലച്ചതിനാൽ ശ്മശാനം പുല്ലുപിടിച്ച് കിടക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ബഹളത്തെ തുടർന്ന് വൃത്തിയാക്കിയെന്നും ശ്മശാനത്തിലേക്കുള്ള റോഡിൽ ഇരുവശങ്ങളിലും പുല്ലുകൾ വളർന്ന് റോഡിലേക്ക് ചാഞ്ഞു കിടക്കുന്നതിനാൽ ആംബുലൻസിന്റെ സഞ്ചാരം വളരെ ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഞാറക്കൽ ആശുപത്രിപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഞാറക്കൽ ബസ് സ്റ്റോപ്പ് ചുറ്റി പഞ്ചായത്ത് കവാടത്തിലെത്തി. തുടർന്ന് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി റെനിൽ പള്ളത്തിന്റെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി സംസ്കാര ചടങ്ങുകളും മൃതദേഹം തീകൊളുത്തി ദഹിപ്പിക്കുകയും ചെയ്തു. കോൺഗ്രസ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റോ ആന്റണി, കോൺഗ്രസ് നേതാക്കന്മാരായ AP ആന്റണി, ജൂഡ് പുളിക്കൽ, PM രഞ്ജൻ, KB രാജേന്ദ്രൻ, KV രഞ്ജൻ, ET ചാമ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ഞാറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വം നടത്തിയ ഈ പ്രതിഷേധ സമരത്തിന് കോൺഗ്രസ് നേതാക്കന്മാരായ ബിമൽ ബാബു, ആഷ്ലിൻ പോൾ, അരുൺ ബാബു, സൗമ്യ തോമസ്, രാജേഷ് കാരോത്ത് തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. ന്യൂസ് ഡെസ്ക് ഡെയിലി വാർത്ത.